നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുമ പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം തിരികെ പിടിച്ച് UDF. ചന്ദ്രൻ നാലാം വാതുക്കൽ പുതിയ പ്രസിഡന്റ്. കാസർഗോഡ് ഉപ്പളയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. മത്സ്യത്തൊഴിലാളിയായ ശാരദാനഗർ സ്വദേശിനി ശശികലയുടെ വീടാണ് തകർന്നത്. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. നീലേശ്വരം പുഴയും തേജസ്വിനി പുഴയും കരകവിഞ്ഞ് നീലേശ്വരം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വന്ന ഫണ്ട് വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച് LDF പ്രക്ഷോഭ രംഗത്ത്. മാർച്ചും ധർണയും നടത്തി. ഉത്തരമലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് മേഖലാ കമ്മിറ്റി ആചാര്യ സംഗമം നടത്തി. അടുക്ക ഭഗവതി ക്ഷേത്രം കാരണവർ കൃഷ്ണൻ കാരണവർ ഉദ്ഘാടനം ചെയ്തു. കുമ്പടാജി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ മഴപ്പൊലിമ നാടൻ കാഴ്ചകളുടെ വിസ്മയം പകർന്നു. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി. ലോകമുലയൂട്ടൽ വാരാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഉദുമ ഗ്രാമപഞ്ചായത്തിന് ഇനി പുതിയ പ്രസിഡന്റ്. ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ചന്ദ്രൻ നാലാം വാതുക്കലാണ് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചന്ദ്രൻ നാലാം വാതുക്കലിന് 12 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി LDFിലെ PV രാജേന്ദ്രന് 11 വോട്ടുകളും ലഭിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ചന്ദ്രൻ നാലാം വാതുക്കൽ വിജയിച്ചു. LDF സ്ഥാനാർത്ഥി PV രാജേന്ദ്രനെ 11-നെതിരെ 12 വോട്ടുകൾക്കാണ് ചന്ദ്രൻ നാലാം വാതുക്കൽ പരാജയപ്പെടുത്തിയത്. ആകെ 23 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ UDFന് 12 അംഗങ്ങളും LDFന് 11 അംഗങ്ങളുമാണുള്ളത്. ഈ കേവല ഭൂരിപക്ഷത്തിന്റെ കരുത്തിലാണ് UDF പ്രസിഡന്റ് സ്ഥാനം തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെ നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കുവാനായത് കോൺഗ്രസ് അഭിമാന നേട്ടമായി മാറി. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥി ചന്ദ്രന്റെ വോട്ട് സാങ്കേതിക കാരണത്താൽ അസാധുവായതിനെ തുടർന്ന് മത്സരം സമനിലയിലാവുകയായിരുന്നു. നറുക്കെടുപ്പിലൂടെ അന്ന് LDF സ്ഥാനാർത്ഥിയായ PV രാജേന്ദ്രൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു. 6 മാസം പൂർത്തിയായതിന് പിന്നാലെ UDF അവിശ്വാസം കൊണ്ടുവരികയും ചെയ്തു. അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്ന് LDF പ്രതിനിധിയായിരുന്ന മുൻ പ്രസിഡന്റ് PV രാജേന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് തിങ്കളാഴ്ച പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാൻ പഞ്ചായത്ത് ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നത്. യോഗത്തിൽ ചന്ദ്രൻ നാലാം വാതുക്കൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. UDF പ്രവർത്തകർ ഉദുമ ടൗണിൽ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വിജയാഹ്ലാദം നടത്തി. പുതിയ പ്രസിഡന്റിനെ ആനയിച്ച് ആഹ്ലാദ പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപ്പളയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. കടലാക്രമണം ശക്തമായ ശാരദാനഗർ മണിമുണ്ടയിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിന്റെ വീട് തകർന്നത്. ശാരദാനഗറിലെ മത്സ്യത്തൊഴിലാളിയായ ശശികലയുടെ വീടാണ് തകർന്നത്. ദിവസങ്ങളായി പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതിനാൽ ഇവരുടെ കുടുംബത്തെയും പ്രദേശത്തെ അപകട ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെയും നേരത്തെ തന്നെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചിരുന്നു. പ്രദേശത്ത് കടൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കയറിയിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് മിക്ക പുഴകളിലും ജലനിരപ്പുയർന്നു. നീലേശ്വരം പുഴയും തേജസ്വിനി പുഴയും കരകവിഞ്ഞു. നീലേശ്വരം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് നീലേശ്വരം പുഴയും തേജസ്വിനി പുഴയും കരകവിഞ്ഞു. നീലേശ്വരം നഗരസഭയിലെ ചാത്തമത്ത്, പൊടോത്തുരുത്തി, ചെമ്മാക്കര, മുണ്ടേമാട്, കരുവാച്ചേരി, തോട്ടുംപുറം എന്നീ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കിനാനൂർ, കരിന്തളം പഞ്ചായത്തിലെ അണ്ടോൾ, വേളൂർ, പാറക്കോൽ, കീഴ്മാല, കിനാനൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകൾ വെള്ളത്തിനടിയിലായതിനാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ, തദ്ദേശ സ്ഥാപന അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി ആൾക്കാരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. വെള്ളരിക്കുണ്ട്, കുന്നുംകൈ, ആറിലക്കണ്ടത്ത് പുഴയുടെ കരയിടിച്ചിൽ മൂലം 3 വീടുകൾ അപകട ഭീഷണിയിലായി. വടയഞ്ചാൽ ചെറുപുഴ മരാമത്ത് റോഡ്, വെള്ളരിക്കുണ്ട് മാലം കൊന്നക്കാട് മരാമത്ത് റോഡ്, ഭീമനടി, നർക്കിലക്കാട്, ചിറ്റാരിക്കാൽ മരാമത്ത് റോഡുകളിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പയസ്വിനി പുഴയിലെ ജലനിരപ്പ് കുത്തനെ ഉയർന്നു. കേന്ദ്ര ജല കമ്മീഷന്റെ എരിഞ്ഞിപ്പുഴ സ്റ്റേഷനിൽ 9.710 മീറ്റർ ജലനിരപ്പാണ് രേഖപ്പെടുത്തിയത്. കർണാടകയിലും കാലവർഷം ശക്തമായതോടെ പയസ്വിനിപ്പുഴയിലെ ജലനിരപ്പ് കുത്തനെ ഉയർന്നു. കേന്ദ്ര ജല കമ്മീഷന്റെ എരിഞ്ഞിപ്പുഴ സ്റ്റേഷനിൽ ഇന്നലെ രാവിലെ 9.710 മീറ്റർ ജലനിരപ്പാണ് രേഖപ്പെടുത്തിയത്. 2019 ശേഷം ഇതാദ്യമായാണ് ഇവിടെ 9.700 മീറ്ററിന് മുകളിൽ ജലനിരപ്പ് ഉയരുന്നത്. 2019 9.790 ആയിരുന്നു. 1995 9.980 മീറ്റർ എത്തിയതാണ് എരിഞ്ഞിപ്പുഴ സ്റ്റേഷനിലെ ഉയർന്ന നിരപ്പ്. ഇനിയും മഴ ശക്തമായാൽ ഈ റെക്കോർഡ് മറികടക്കുവാനുള്ള സാധ്യത കാലാവസ്ഥാ വിദഗ്ധർ തള്ളുന്നില്ല. എരിഞ്ഞിപ്പുഴ പാലത്തിന്റെ 2 മീറ്റർ അടുത്തേക്ക് വെള്ളം ഉയർന്നു. മഴ ദുർബലമായതോടെ വൈകിട്ട് വെള്ളം 1 മീറ്ററോളം താഴ്ന്നു. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴ ഒഴുകുന്ന ദേലമ്പാടി, കാറടുക്ക, മുളിയാർ, ബേഡടുക്ക പഞ്ചായത്തുകളിലെ പുഴയരികിലെ തോട്ടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പല വഴികളും വെള്ളത്തിനടിയിലായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് LDF മാർച്ചും ധർണയും നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വൻതോതിൽ വെട്ടിച്ചുരുക്കി UDF സർക്കാർ വികസന പ്രവർത്തനം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വൻതോതിൽ വെട്ടിച്ചുരുക്കി UDF സർക്കാർ വികസന പ്രവർത്തനം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് LDF മാർച്ചും ധർണയും നടത്തി. LDF കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും ഉദുമ മുൻ MLAയുമായ CH കുഞ്ഞമ്പു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ RSS ആണെന്നിന്റെ സൂത്രധാരന്മാർ എന്തിനു വേണ്ടി UDF ഗവൺമെന്റ് നിന്ന് കൊടുക്കുന്നു, എന്തിന് VD സതീശൻ ഗവൺമെന്റ് ചെറുക്കുന്നു എന്ന് അതിനെതിരായി എന്തെങ്കിലും ചെറുവിരൽ അരക്കേണ്ടവരല്ലേ ലീഗുകാർ? ഒരക്ഷരം ഉരിയാടിയോ ലീഗ്? യഥാർത്ഥത്തിൽ അവരൊരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തറിയോ? മതമാണ് പ്രശ്നം. പിന്നെ അവർ മാറ്റി. എന്താണ് മാറ്റത്? പണമാണ് പ്രശ്നം. 10 കൊല്ലത്തെ നമ്മുടെ നഷ്ടം ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങളത് ചെയ്യും. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം, അത് മാത്രമാണ് ലീഗിന്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരക്ഷരം ഉണ്ടെന്നില്ലല്ലോ ലീഗ്. പ്രതിഷേധിക്കേണ്ട മിനിമം ഒന്നതല്ല, അത് ശരിയല്ല എന്നൊന്നും പറയണ്ടേ? ലീഗ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുക്കുമോ? കാസർഗോഡ് ലോക്കൽ സെക്രട്ടറി സുനിൽ S സ്വാഗതം പറഞ്ഞു. വിദ്യാനഗർ ലോക്കൽ സെക്രട്ടറി P ജാനകി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുമതി, ഏരിയ സെക്രട്ടറി TMA കരീം, AC അംഗങ്ങളായ M ലളിത, A രവീന്ദ്രൻ, CV കൃഷ്ണൻ, ശാന്തകുമാരി ടീച്ചർ, മുനിസിപ്പൽ കൗൺസിലർമാരായ അനിൽ ചെന്നിക്കര, ഉമേശൻ കടപ്പുറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉത്തരമലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചാര്യ സംഗമം നടന്നു. പുലിക്കുന്ന് ശ്രീ ഭഗവതി ഭവനിൽ സംഘടിപ്പിച്ച ആചാര്യ സംഗമം അടുക്ക ഭഗവതി ക്ഷേത്രം കാരണവർ കൃഷ്ണൻ കാരണവർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരമലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുലിക്കുന്ന് ശ്രീ ഭഗവതി സഭാഭവനിൽ ആചാര സംഗമം നടത്തി. അടുക്ക ക്ഷേത്ര കാരണവർ, തളങ്കര ക്ഷേത്ര കാരണവർ, പുലിക്കുന്ന് ക്ഷേത്ര കാരണവർ, മോരാ ക്ഷേത്ര കാരണവർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. അടുക്ക ഭഗവതി ക്ഷേത്രം കാരണവർ കൃഷ്ണൻ കാരണവർ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അതല്ല, ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിൻ്റെതും അനുഭവം അറിയണം. ഓരോരോ ക്ഷേത്രത്തിൽ ഏത് ക്രമത്തിൽ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ ഈ കൂട്ടായ്മ കൂടിയത്, മീറ്റിംഗ് കൂടിയത്. അങ്ങനെ അതുകൊണ്ട് അതറിയണം. ഇവിടെ പേര് പറഞ്ഞ് അതേസമയത്ത് വേദിയിലുള്ള എല്ലാവരും അറിവുള്ള ആൾ തന്നെ, അതേസമയത്ത് എതിരുള്ള അച്ഛന്മാർക്ക് അറിവില്ല എന്നല്ല, എല്ലാവരും അറിവുള്ള ആൾ തന്നെ. പിന്നെ സാധാരണ ഉള്ളത് ഇപ്പോൾ കമ്മ്യൂണിറ്റിക്കാർക്കും അങ്ങനെ
അറിവെല്ലാം അറിയാം. എൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനത്തെ ഇന്നത് വേണം എന്ന് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അറിയാം. ഞാൻ അതുകൊണ്ട് പിന്നെ അധികമായിട്ടൊന്നും പറയാനില്ല. ചില കുറേ ആളെല്ലാം പറയാം, എല്ലാ ക്ഷേത്രത്തിൻ്റെ അച്ഛന്മാർക്കും പറയാം. പറഞ്ഞിട്ട് ഓരോരോ ക്ഷേത്രത്തിൻ്റെ നടവെന്ത് ആ നടവിനെ വിടമ കയറാം. ഓരോരോ ക്ഷേത്രത്തിൽ എന്ത് നടക്കുന്ന അത് പിന്നെ ഒരു ക്ഷേത്രത്തിൽ ഒരു അച്ഛൻ കുറവുണ്ടെങ്കിൽ പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. ആ അച്ഛൻ്റെ ഈട്ട ക്ഷേത്രത്തിൻ്റെ ഇത് നടവെന്തെന്ന് ആ വന്ന അച്ഛനിൽ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം. പഴയ അച്ഛനായിട്ട് പുതിയ അച്ഛനായിട്ട് ആര് വന്നിട്ടുണ്ടെങ്കിൽ ഈട്ട് നടവെന്ത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ നടുവിന് അങ്ങനെ നടക്കണം. മേഖലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ജ്യോതിഷനും ആധ്യാത്മിക പ്രഭാഷകനുമായ മധുസൂദന പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളുടെ നിഷ്ഠയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ കർമ്മശുദ്ധിയുമാണ് എന്നെ പോലെയുള്ള എൻ്റെ ഈ സമൂഹത്തെ മുഴുവൻ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പിഴച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ നാടിന് മുഴുവൻ പിഴക്കും. പക്ഷേ പല ക്ഷേത്രേശന്മാരും ഈ ആഴത്തിലുള്ളതായ ഒരു കാര്യം അവർ ഗ്രഹിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ അച്ഛനല്ല, നിങ്ങളുടെ മക്കളുടെ അച്ഛനല്ല, ലോകത്തിൻ്റെ അച്ഛനായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന ഒരു ധാരണ ആദ്യം ക്ഷേത്രേശന്മാർക്ക് വേണം. അപ്പം ഈ ആചാരം കൊണ്ടെന്താണ് പ്രയോജനം, അനുഷ്ഠാനം കൊണ്ടെന്താണ് പ്രയോജനം? ശാസ്ത്രവിധി വിഹിതമായ കർമ്മത്തെ അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഈ അനുഷ്ഠാനം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, അനുഷ്ഠാനം കൊണ്ട് മാത്രമേ ക്ഷേത്രേശന്മാർക്ക് ക്ഷേത്രേശൻ എന്ന് പറയുന്ന ആ വലിയ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പറ്റൂ. കാരണം ആത്മതേജസ്സിനെ വർദ്ധിപ്പിക്കാനാണ് അനുഷ്ഠാനം. ആത്മതേജസ്സിനെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ അച്ഛന്മാരുടെയും മുഖത്തൊരു തേജസ് ഉണ്ട്, ദൈവീകമായ തേജസ് ഉണ്ട്. ചില അച്ഛന്മാരിൽ ഈ തേജസ് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റാത്തത് അവരുടെ കുഴപ്പമല്ല, അവരുടെ അനുഷ്ഠാനത്തിൻ്റെ പോരായ്മയാണ് ഈ ക്ഷേത്രേശന്മാരിൽ ആത്മതേജസ് പുറത്തേക്ക് കാണാൻ കഴിയാത്തത്. അപ്പോൾ ആത്മതേജസ്സിനെ വർദ്ധിപ്പിക്കാനാണ് അനുഷ്ഠാനം. ഉദയൻ കൊല്ലമ്പാടി വിഷയാവതരണം നടത്തി. ഉത്തര മലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി നാരായണൻ ചൂരിക്കോട്, കാസർഗോഡ് മേഖലാ ട്രഷറർ രാജേഷ് ഭട്ടമ്പാറ, രാവണീശ്വരം വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട് പരിപാലന സംഘം രക്ഷാധികാരി നാരായണൻ വെളിച്ചപ്പാടൻ, അടുക്ക ഭഗവതി ക്ഷേത്രത്തിലെ ദയാനന്ദ വെളിച്ചപ്പാടൻ എന്നിവർ സംസാരിച്ചു. ഉത്തര മലബാർ തീയ ക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് മേഖലാ സെക്രട്ടറി മോഹനൻ സ്വാഗതവും കാസർഗോഡ് ശ്രീ ഭഗവതി സേവാസംഘം പ്രസിഡന്റ് സതീഷ് എൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ പരിപാടി സംഘടിപ്പിച്ചു. മുനിയൂരിലെ 1-ാം വാർഡിലെ നേരപ്പാടിയിൽ നാടൻ കാഴ്ചകളുടെ വിസ്മയം പകർന്ന മഴപ്പൊലിമയിൽ പങ്കെടുക്കുവാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി. കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ പരിപാടി മുനിയൂരിലെ 1-ാം വാർഡിലെ നേരപ്പാടിയിൽ സംഘടിപ്പിച്ചു. കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യശോദ എൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കുമ്പടാജെ CDS ചെയർപേഴ്സൺ രാഗിണി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം രാമപ്പ മഞ്ചേശ്വർ, കാസർഗോഡ് ജില്ലാ മിഷൻ ADMC കിഷോർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവീന്ദ്ര റായ് ഗോസാഡ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നയന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക AC, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ അബൂബക്കർ, പഞ്ചായത്ത് അംഗങ്ങളായ മഹേഷ് അജിമൂലെ, സൗഭാഗ്യലക്ഷ്മി, നൂറുദ്ദീൻ വെളിഞ്ച, BT അബ്ദുള്ള കുഞ്ഞി, S മുഹമ്മദ് കുഞ്ഞി, ഗീത D, ബബിത, രേഷ്മ, കൊറകപ്പ ബെല്ലിഗെ, CDS വൈസ് ചെയർപേഴ്സൺ റോഷിനി, CDS അംഗങ്ങൾ, CDS അക്കൗണ്ടന്റ്, കുടുംബശ്രീ ഓഫീസ് ജീവനക്കാർ എന്നിവർ വേദിയിൽ പങ്കെടുത്തു. 1-ാം വാർഡിലെ CDS ചന്ദ്രാവതി സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ റോഷി നന്ദിയും മഹേഷ് അച്ചിമൂലെ പരിപാടി ഏകോപിപ്പിക്കുകയും ചെയ്തു. നാടൻ കാഴ്ചകളുടെ വിസ്മയം പകർന്ന മഴപ്പൊലിമയിൽ പങ്കെടുക്കുവാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കരിവെള്ളൂരും തൃക്കരിപ്പൂരുമായി പഴയകാലത്ത് ബന്ധം വച്ചിരുന്ന ഈയക്കാട് ആനാർവയൽ മതിരക്കോട് റോഡ് പ്രതീക്ഷയേറുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളും UDF നേതാക്കളും ഈയക്കാട് ആനാർവയൽ സന്ദർശിച്ചു. മോട്ടോർ വാഹനങ്ങൾ വ്യാപകമല്ലാതിരുന്ന കാലത്ത് പതിറ്റാണ്ടുകളോളം രണ്ട് പ്രദേശങ്ങളിലെയും ജനങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിച്ചുവന്ന പ്രധാന വഴിയായിരുന്നു ആനാർവയൽ മതിരക്കോട് റോഡ്. തോടിന് വീതി കുറഞ്ഞ ഭാഗമാണ് ഉള്ളതെന്നത് ചെറുപാലം നിർമ്മിക്കുന്നതിന് സൗകര്യപ്രദമാണ്. പഴയ കാലത്തെ പാത പുതിയ കാലത്തും യാത്രയ്ക്കായി ഉപയോഗിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഇരു പ്രദേശങ്ങളിലുമുള്ളവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യമായില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഈയക്കാട് ഭാഗം ആനാർവയൽ വരെ വർഷങ്ങളായി റോഡ് ടാറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഈയക്കാട് 6-ാം വാർഡിലെ ആനാർവയൽ റോഡ്, കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ 15-ാം വാർഡ് പ്രദേശത്തെ മതിരക്കോടിനെ ബന്ധിപ്പിക്കുന്ന റോഡ് പാലം നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളും UDF നേതാക്കളും പ്രദേശം സന്ദർശിച്ചു. പയ്യന്നൂർ മണ്ഡലത്തെ തൃക്കരിപ്പൂർ പഞ്ചായത്തുമായി ബന്ധപ്പെടുന്നതിന് എളുപ്പമാർഗമാണിത്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ, തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയം, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, രാജീവ് ഗാന്ധി സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഉൾക്കൊള്ളുന്ന വിവിധോദ്ദേശ സ്റ്റേഡിയം, തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് കരിവെള്ളൂരിൽ നിന്ന് വേഗത്തിലെത്താം എന്ന പ്രത്യേകത പാതയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകളിലുള്ളവർക്കുൾപ്പെടെ ഏറെ ഗുണമുണ്ടാക്കുന്ന പാതയായി ഭാവിയിൽ ഇത് മാറാമെന്ന പ്രതീക്ഷ വയ്ക്കുകയാണ് നാട്ടുകാർ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തൃക്കരിപ്പൂർ പയ്യന്നൂർ MLAമാർ ഈയക്കാട് ആനാർ കരിവെള്ളൂർ മതിരക്കോട് റോഡ് നിർമ്മാണത്തിനായി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഇരുഭാഗത്തുമുള്ള നാട്ടുകാരും യാത്രക്കാരും. റോഡ് നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് UDF നേതാക്കളും ഈയക്കാട് ആനാർവയൽ സന്ദർശിച്ചു. UDF ജില്ലാ ഏകോപന സമിതി അംഗവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഏകോപന സമിതി അംഗവും CMP സംസ്ഥാന കമ്മിറ്റി അംഗവുമായ EV ദാമോദരൻ, UDF പഞ്ചായത്ത് കൺവീനർ VM ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി V മനോഹരൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുളിഞ്ച ഗവൺമെന്റ് ജൂനിയർ പ്രൈമറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ തെരഞ്ഞെടുപ്പ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിജയകരമായി നടത്തി. സ്കൂൾ അധ്യാപകൻ അബ്ദുൽ ബഷീറിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചത്. വിവിധ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ തങ്ങളുടെ നാമനിർദ്ദേശ പത്രികകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും പ്രധാന അധ്യാപികയുമായ ചിത്രാവതി ചിഗുരുപാതയ്ക്ക് സമർപ്പിച്ചു. സ്കൂൾ അധ്യാപകൻ അബ്ദുൾ ബഷീറിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചത്. അധ്യാപിക ആയിഷത്ത് സൈനാസിന്റെ നേതൃത്വത്തിലാണ് വോട്ടെണ്ണൽ നടന്നത്. തെരഞ്ഞെടുപ്പിൽ റഹ്മാൻ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. അബിയ ഹാസൻ, മുഹമ്മദ് ജലാൽ, മുഹമ്മദ് ഹിഷാൻ, മൊഹിനുദ്ദീൻ അയാൻ എന്നിവർ യഥാക്രമം ആരോഗ്യം, ഭക്ഷണം, കായികം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് വിജയാഘോഷ റാലിയും നടത്തി. BRC മഞ്ചേശ്വരത്തെ BPC രാജഗോപാലനും PTA പ്രസിഡന്റ് ഇബ്രാഹിം ഹനീഫും വിജയികളെ ഷാളണിയിച്ച് ആദരിച്ചു. പുതിയ PTA കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ അധ്യാപകൻ റിയാസ് പെരിങ്ങാടി പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓരോ മന്ത്രിമാർക്കും മാർഗനിർദ്ദേശകരായി അധ്യാപികമാരായ ഐശ്വര്യ, അനുകൃഷ്ണ എന്നിവരെ ചുമതലപ്പെടുത്തി. അധ്യാപിക ധന്യ സ്കൂൾ ഭരണ സംവിധാനം, മന്ത്രിമാരുടെ ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകി. ഇതിലൂടെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകതയും സർക്കാരിന്റെ പ്രസക്തിയും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അധ്യാപിക രേഷ്മ സ്വാഗതവും ജസീല ടീച്ചർ നന്ദിയും പറഞ്ഞു. ഈ പരിപാടിയിലൂടെ മുളിഞ്ച സ്കൂളിൽ പുതിയ സ്കൂൾ പാർലമെന്റ് ഔദ്യോഗികമായി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുഞ്ചത്തൂർ അണ്ടർപാസിന് സമീപമുള്ള KPS ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ആയുഷ് ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രദേശത്തെ നിരവധി പേർക്ക് ക്യാമ്പ് ആശ്വാസമായി മാറി. സമൂഹ സേവനമാണ് എൻ്റെ ലക്ഷ്യം, നാടിൻ്റെ ജനങ്ങളുടെ ആരോഗ്യമാണ് എൻ്റെ ആദർശം എന്ന ഉത്കൃഷ്ടമായ ലക്ഷ്യത്തോടെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുഞ്ചത്തൂർ അണ്ടർപാസിന് സമീപമുള്ള KPS ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ആയുഷ് ക്ലിനിക്കിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ആരംഭിച്ചത് മുതൽ രാവിലെ തന്നെ ക്ലിനിക്കിൽ രോഗികളുടെയും പൊതുജനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് പേർ എത്തിച്ചേരുകയും സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു.
പ്രമേഹവും രക്തസമ്മർദ്ദവുമെല്ലാം വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. യോനപ്പോയ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും കുഞ്ചത്തൂർ ആയുഷ് ക്ലിനിക്കിന്റെ മുഖ്യ ചുമതലക്കാരിയുമായ ഡോക്ടർ സുസീന സയ്യിദ് ക്യാമ്പിൽ പങ്കെടുത്ത 100 കണക്കിന് രോഗികളെ പരിശോധിക്കുകയും ആരോഗ്യപരമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ രോഗികൾക്കും ആവശ്യമായ പ്രാഥമിക ഔഷധങ്ങളും ആരോഗ്യ ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു. ആയുഷ് ക്ലിനിക്കിന്റെ ഈ സാമൂഹിക സേവനത്തെ പ്രദേശത്തെ സംഘടനാ പ്രവർത്തകരും നാട്ടിലെ പ്രമുഖരും അഭിനന്ദിച്ചു. അബ്ദുൽ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു നിർവഹിച്ചു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് ഉടുമ്പുന്നല കുടുംബാരോഗ്യ കേന്ദ്രമാണ് ആതിഥേയത്വം വഹിച്ചത്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു നിർവഹിച്ചു. അമ്മയുടെ കർമ്മം എന്നുള്ളത് ഒരു സന്ദേശം മാത്രമല്ല, മറിച്ച് അതൊരു നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ഒരു പ്രധാന ഒരു കർമ്മമാണ് മുലയൂട്ടൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ജനിച്ചു വന്ന കുഞ്ഞിനെ ചുരുങ്ങിയത് 6 മാസക്കാലമെങ്കിലും മുലപ്പാൽ മാത്രം നൽകിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. മുമ്പൊക്കെ 2 വർഷക്കാലം മുലപ്പാൽ കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് നമ്മൾ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ജോലിക്ക് പോകാനും മറ്റാവശ്യങ്ങൾക്കുമായി കുഞ്ഞിനെ വളർത്താനുള്ള ഒരു സമയമില്ലാത്തൊരു കാലഘട്ടമാണ്. എല്ലാവരും തിരക്കാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 6 മാസമെങ്കിലും കുഞ്ഞിനെ മുലപ്പാൽ മാത്രം നൽകിക്കൊണ്ട് ആ കുഞ്ഞിനെ നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ പ്രതിരോധ ശേഷി നൽകുന്ന ഒരു പ്രവർത്തനത്തിന് ആ ഒരു പ്രക്രിയ കൃത്യമായി നടത്തുന്നതിനുള്ള ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എം കെ പ്രസന്ന അധ്യക്ഷത വഹിച്ചു. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് മുലയൂട്ടൽ വാരാചരണ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം മനു, അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, ഫായിസ് ബീരിച്ചേരി, കെ സുനിത, സി നുറൈനി, ഡോക്ടർ KT രഞ്ജിത, സ്റ്റെല്ല ജോസഫ്, PV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നീളുന്ന വാരാചരണത്തിന്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർ KV ചൈതന്യ ക്ലാസ് എടുത്തു. അമ്മമാർക്കായി നടത്തിയ ക്വിസ് മത്സരം PJ ജിൻസി നയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മോനാച്ച PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മോനാച്ച PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി ആൻഡ് വായനശാല വിജയോത്സവം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിജയോത്സവം PN പണിക്കരെയൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ചിലർ മരണത്തോടുകൂടി നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷേ ചിലരെ എത്ര മായ്ച്ചു കളയാൻ നോക്കിയാലും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് എപ്പോഴും തോന്നും. അങ്ങനെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് PN പണിക്കർ എന്ന് പറയുന്ന മഹാ വ്യക്തിത്വം. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വായനശാലകൾ സംഘടിപ്പിച്ച് ഇപ്പോൾ നമ്മുടെ ജില്ലക്കകത്ത് തന്നെ 500-ലേറെ ഗ്രന്ഥാലയങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥാലയങ്ങൾ, വായനശാലകൾ. ആ വായനശാലകളാണ് നമുക്ക് വെളിച്ചം നൽകിയത്. കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവുറ്റ ഒരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു ഉയർച്ചയിലേക്ക് നമുക്ക് വളർന്നു വരാൻ വേണ്ടി കഴിഞ്ഞത് കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ നൽകിയ സംഭാവനകൾ തന്നെയാണ്. ഒരു ഇരുണ്ട കാലം നമുക്കുണ്ടായിരുന്നു. ആ ഇരുണ്ട കാലത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കാൻ അല്ലെങ്കിൽ നയിച്ചവരാണ് PN പണിക്കറിനെ പോലുള്ള മഹത് വ്യക്തിത്വം.
PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി പ്രസിഡന്റ് മുരളീധരൻ TV അധ്യക്ഷത വഹിച്ചു. PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി സെക്രട്ടറി P. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ വാർഡ് കൌൺസിലർ രുക്മിണി K, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം മുരളി AK എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. SLC, +2, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ വായനാ വെളിച്ചം പരിപാടി വിജയകരമായി സംഘടിപ്പിച്ച വായനാ വെളിച്ചം കൺവീനർ ശ്രീമ വിജേഷ്, വായനാ വെളിച്ചം പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച നന്ദന ലക്ഷ്മണൻ എന്നിവരെ അനുമോദിച്ചു. P. ജയകുമാർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കീക്കാൻ വൃന്ദാവൻ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായ 4ാം വർഷവും ഗുരുപൂജ മഹോത്സവവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ബാലഗോകുലത്തിലെ കുട്ടികൾ ദീപപ്രജ്വലനം നടത്തി കണ്ണന് മാല ചാർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കീക്കാൻ വൃന്ദാവൻ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായ 4ാം വർഷവും ഗുരുപൂജ മഹോത്സവവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ബാലഗോകുലത്തിലെ കുട്ടികൾ ദീപപ്രജ്വലനം നടത്തി കണ്ണന് മാല ചാർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് പ്രാർത്ഥനാഗീതവും നാമജപാലനവും നടന്നു. ഗുരുപൂജയുടെ ഭാഗമായി വിരമിച്ച അധ്യാപിക ചന്ദ്രവതി ടീച്ചർക്ക് കുട്ടികളെല്ലാം ചേർന്ന് പാദത്തിൽ പുഷ്പമർപ്പിച്ച് ഗുരുപൂജ നടത്തി. അമ്മമാർ ചേർന്ന് മംഗളാരതിയും സമർപ്പിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപനം നടത്തിയ ചന്ദ്രാവതി ടീച്ചർ കുട്ടികൾക്ക് തന്റെ അനുഭവകഥ പങ്കുവച്ച് സംസാരിക്കുകയും ഗുരുസന്ദേശം പകർന്നു കൊടുക്കുകയും ചെയ്തു. ಪೂಜೆ ಎಂಬ ಪವಿತ್ರವಾದ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನನ್ನನ್ನು ಸನ್ಮಾನಿಸಿದ ಕಾರ್ಯಕರ್ತರಿಗೂ ಊರಿನವರಿಗೂ ಮೊದಲಾಗಿ ನಾನು ನನ್ನ ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸುತ್ತೇನೆ. ನನ್ನ ಪ್ರೀತಿಯ ಬಾಲಗೋಕುಲದ ಮಕ್ಕಳು ನನ್ನ ಕಾಲನ್ನು ನೀರಿನಿಂದ ಪ್ರೋಕ್ಷಿಸಿದಾಗ ನನ್ನ ಮನಸ್ಸು ಮುಜುಗರಗೊಂಡಿತು. ಆದರೆ ಏನು ಮಾಡುವುದು, ಸನಾತನ ಧರ್ಮಕ್ಕೆ ನಾವು ಯಾವತ್ತೂ ತಲೆಬಾಗಲೇಬೇಕು, ನಾವು ಪಾಲಿಸಲೇಬೇಕಲ್ಲವೇ. ನನ್ನ ಹೃದಯ ತುಂಬ ಅಕ್ಕರೆಯ ಆಶೀರ್ವಾದಗಳನ್ನು ನಾನು ಈ ಗುರುಕುಲದ ಪುಟ್ಟ ಮಕ್ಕಳಿಗೆ സല്ലിಸುತ್ತೇನೆ. ചന്ദ്രാവതി ടീച്ചറെ ബാലഗോകുലം താലൂക്ക് അംഗങ്ങളായ പത്മനാഭൻ, മധു എന്നിവർ ചേർന്ന് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുന്ന ചടങ്ങും നടന്നു. ബാലഗോകുലം രക്ഷാധികാരി നിരീക്ഷണ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് ബാലഗോകുലത്തിലെ അംഗങ്ങളായ LSS, USS, SLC, +2 പരീക്ഷയിൽ ഉന്നത വിജയികളായ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. സുബ്രായ മാസ്റ്റർ, രേഷ്മ, രൂപേഷ്, സതീഷ് കാവടി, ജിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സുജാത മണി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാവുങ്കാൽ ടെമ്പോ യൂണിറ്റ് തൊഴിലാളി സംഗമം മാവുങ്കാൽ ഉദയ ക്ലബ്ബ് മീറ്റിംഗ് ഹാളിൽ നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാവുങ്കാൽ ടെമ്പോ യൂണിറ്റ് തൊഴിലാളി സംഗമം മാവുങ്കാൽ ഉദയ ക്ലബ്ബ് മീറ്റിംഗ് ഹാളിൽ നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. കൃത്യമായി കുടുംബ ബന്ധങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ കാര്യങ്ങൾ കൃത്യമായി പരസ്പരം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ രാവിലെ നമ്മുടെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, ഒരുപാട് ക്ഷീണിതനായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബം നിലനിർത്തണമെങ്കിൽ ഭർത്താവ് മാത്രം ജോലിക്ക് പോയാൽ ഒരുപക്ഷെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് നല്ല സ്ഥിതി. ഒരു കുടുംബം നിലനിർത്തണമെങ്കിൽ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു, വളരെ ക്ഷീണിതനായിട്ട് തിരിച്ചു വരുന്നു രണ്ടുപേരും. വീട്ടിലെ കുട്ടികളുണ്ട്, വലിയ അച്ഛനുണ്ട്, അമ്മയുണ്ട്, വലിയ കുടുംബമാണ്. യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ മൂലക്കണ്ടം അധ്യക്ഷത വഹിച്ചു. BMS അജാനൂർ പഞ്ചായത്ത് ട്രഷറർ ഗിരീഷ് കാട്ടുകുളങ്ങര സംസാരിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് സമാരോഹ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ വെച്ച് വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു.
യൂണിറ്റ് സെക്രട്ടറി പ്രകാശൻ പള്ളോട്ട് സ്വാഗതവും ട്രഷറർ അനീഷ് മധുരംപാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ബസാറിലെ ദേശീയപാതയിലെ പഴയ അടിപ്പാതയുടെ വീതി കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിനേശ് ഉദ്ഘാടനം ചെയ്തു. പെരിയ ബസാറിലെ ദേശീയപാതയിലെ പഴയ അടിപ്പാതയുടെ വീതി കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. സർവീസ് റോഡിന്റെ വീതി കുറവായതിനാൽ പ്രധാന റോഡിലേക്ക് സുരക്ഷിതമായി പ്രവേശിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്നുമാണ് സമിതിയുടെ ആവശ്യം. കൂടാതെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായി പൂർത്തിയാക്കാതെ ചാലിങ്കാൽ ടോൾ ബൂത്ത് തുറക്കരുതെന്നും പ്ലാസ്റ്റിക്കിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരുടെ അന്യായ കടപരിശോധന തടയണമെന്നും ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകണമെന്നും സമ്മേളനം മറ്റ് പ്രമേയങ്ങളിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. പെരിയ സുരഭി ഓഡിറ്റോറിയത്തിലെ ടി.വി. അശോകൻ, കെ. ഗോപാലൻ നായർ നഗറിൽ നടന്ന സമ്മേളനം കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിനേശ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഓരോ ഘട്ടത്തിലും പ്രക്ഷോഭങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള നിലപാടാണ് UPA ഗവൺമെന്റും അതിന് തുടർന്ന് NDA ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇത് ഓൺലൈൻ വ്യാപാരം സാമ്പത്തികമായി കഴിഞ്ഞു. മാത്രമല്ല ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന വിവിധങ്ങളായ നിയമങ്ങളില്ലാതെ കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ട് നടപ്പാക്കിയ ഒന്നാണ് GST. GST വരുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഒരു രാജ്യം ഒരു നികുതി ഒരു കമ്പമാണ്. ആളുകൾക്ക് വലിയ ആവശ്യം നിയമത്തിന്റെ നികുതിയുടെ നൂലാമാലകളൊക്കെ ഒഴിവാക്കാൻ പോകുന്നു. നമ്മുടെ രാജ്യത്തെ വ്യാപാരം തഴച്ചു വളരും. എല്ലാ നികുതിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് അന്ന് അത് നടപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. അത് നടപ്പാക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള വലിയ നികുതി പരിഷ്കരണമാണ്. കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KV ദിനേശൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ സംഘടനാ റിപ്പോർട്ടും KV സുകുമാരൻ അനുശോചന പ്രമേയവും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി T സത്യൻ, വ്യാപാരി മിത്ര ജില്ലാ കൺവീനർ T ശശിധരൻ കൈരളി, വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ലിജു അബൂബക്കർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ A ശബരീശൻ, M മാധവൻ, രാജൻ മണിയറ, C അനിത, VK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷാജീവൻ ആയമ്പാറ സ്വാഗതവും K അനീഷ് ദീപം നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി KV ദിനേശനെ സെക്രട്ടറിയായും മുഹമ്മദ് മുറിയനാവിയെ പ്രസിഡന്റായും KV സുകുമാരനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുമ പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം തിരികെ പിടിച്ച് UDF. ചന്ദ്രൻ 4ാം വാതുക്കൽ പുതിയ പ്രസിഡന്റ്. കാസർഗോഡ് ഉപ്പളയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. മത്സ്യത്തൊഴിലാളിയായ ശാരദാനഗർ സ്വദേശിനി ശശികലയുടെ വീടാണ് തകർന്നത്. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. നീലേശ്വരം പുഴയും തേജസ്വിനി പുഴയും കരകവിഞ്ഞ് നീലേശ്വരം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വന്ന ഫണ്ട് വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച് LDF പ്രക്ഷോഭ രംഗത്ത്. മാർച്ചും ധർണയും നടത്തി. ഉത്തരമലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് മേഖലാ കമ്മിറ്റി ആചാര്യ സംഗമം നടത്തി. അടുക്ക ഭഗവതി ക്ഷേത്രം കാരണവർ കൃഷ്ണൻ കാരണവർ ഉദ്ഘാടനം ചെയ്തു. കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ മഴപ്പൊലിമ നാടൻ കാഴ്ചകളുടെ വിസ്മയം പകർന്നു. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി. ലോകമുലയൂട്ടൽ വാരാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.